തോമസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബാങ്കിങ്ങിൻ്റെ മൂന്നാമത് ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ബാങ്കുകളെ പറ്റി നമ്മൾ പൊതുവെ ഒന്ന് കണ്ടു. ഏതെല്ലാം തരം ബാങ്കുകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം, ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക്, ഏറ്റവും വലിയ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്കും കേന്ദ്ര ബാങ്കും എല്ലാമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ധനമിടപാടുകളുടെ കേന്ദ്രവും അതുപോലെ ദേശീയ കരുതൽ ധനത്തിൻ്റെ സൂക്ഷിപ്പുകാരനുമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി 1926 റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെട്ട ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായി. അതിനുശേഷം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം കൽക്കട്ടയിലാണ് അതിൻ്റെ ആസ്ഥാനം ആയിരുന്നത്. അതിനുശേഷം 1937 ബോംബെ ആസ്ഥാനമായി. 1949 ജനുവരി 1 അത് നാഷണലൈസ് ചെയ്തു, ദേശസാൽക്കരിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചിഹ്നത്തിൽ ഒരു മൃഗവുമുണ്ട്, ഒരു വൃക്ഷവുമുണ്ട്. കടുവ ആണ് അതിൽ കാണുന്ന മൃഗം, അതുപോലെ എണ്ണപ്പനയാണ് ആ വൃക്ഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭരണസമിതിയെപ്പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസർവ് ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഗവർണർ, ചീഫ് എക്സിക്യൂട്ടീവാണ് റിസർവ് ബാങ്കിൻ്റെ, ഗവർണറാണ്. ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും മറ്റ് 15 ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ആകെ 20 അംഗങ്ങൾ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഗവർണർ, 4 ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്, ഡെപ്യൂട്ടി ഗവർണേഴ്സാണ്. പിന്നെ 15 നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്നാണ് പറയുക. അങ്ങനെ 20 പേര്. അത് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നവരാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്, അല്ലെങ്കിൽ 62 വയസ്സ്, ഇതിലേതാണോ ആദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത്, ഗവർണറായിരുന്നത് സർ ഓസ്ബോൺ സ്മിത്താണ്. ഇപ്പോഴത്തെ ഗവർണർ അല്ലെങ്കിൽ പ്രസൻറ്റ് ഗവർണർ ഓഫ് RBI എന്ന് പറഞ്ഞാൽ 25ാമത് ഗവർണറാണ് ഇപ്പോഴും, ശ്രീ ശക്തികാന്ത ദാസാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയെ നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ആദ്യ വനിതയാണ് KJ ഉദ്ദേശി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഫങ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ 3 തരം ഫങ്ഷൻസാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കുള്ളത്. അതിൽ 1 ട്രഡീഷണൽ ഫങ്ഷൻ, 2 റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫങ്ഷൻ, 3 പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ. ഇങ്ങനെ 3 ഫങ്ഷൻസാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രഡീഷണൽ ഫങ്ഷൻ. ഈ ട്രഡീഷണൽ ഫങ്ഷനിൽ പല കാര്യങ്ങളും
റിസർവ് ബാങ്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഇഷ്യൂ ആൻഡ് റെഗുലേഷൻ ഓഫ് കറൻസി നോട്ട്സ്. ഇന്ത്യയിലെ കറൻസി നോട്ട്സുകൾ ഇറക്കുന്നതിനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. പലതരത്തിലുള്ള മെത്തേഡുകൾ ഈ കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നതിനുണ്ട്. മിനിമം റിസർവ് സിസ്റ്റം, ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം, അതുപോലെ തന്നെ മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം, അതുപോലെ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകളിൽ കൂടിയും നോട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും. നമ്മൾ മിനിമം റിസർവ് സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് 1861 പേപ്പർ കറൻസി ആക്ട് പ്രകാരം നോട്ട് ഇഷ്യൂ ചെയ്തിരുന്നത്. എന്നാൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അവരെ അധികാരം ഏൽപ്പിച്ചു. അതനുസരിച്ച് മിനിമം റിസർവ് സിസ്റ്റത്തിൽ ഇപ്പോൾ RBI നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് RBIക്ക് ഗോൾഡും ഫോറിൻ എക്സ്ചേഞ്ചും കൂടെ 200 കോടി രൂപ കുറയാതെ മിനിമം അത്രയും ഉണ്ടായിരിക്കണം, റിസർവായിട്ട് സൂക്ഷിച്ചിട്ടാണ് നോട്ട് അടിച്ചിറക്കുന്നത്. ഈ 200 കോടിയിൽ 115 കോടി കുറയാതെ ഗോൾഡ് തന്നെ ആയിരിക്കണം. 115 കോടിയിൽ കുറയാതെ ഗോൾഡ് തന്നെ ആയിരിക്കണം. ബാക്കി ഫോറിൻ എക്സ്ചേഞ്ച് ആയാലും മതി. അങ്ങനെ മൊത്തം 200 കോടിയിൽ കുറയാതെയുള്ള റിസർവ് അല്ലെങ്കിൽ കരുതൽ വെച്ചതിന് ശേഷമാണ് ഈ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇതാണ് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ 1 രൂപ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഇഷ്യൂ ഒപ്പിടുന്നത്. അതുപോലെ തന്നെ 1 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ നോട്ടുകളിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ഒപ്പിടുന്നത്. രണ്ടാമത്തെ ട്രഡീഷണൽ ഫങ്ഷൻ എന്ന് പറയുന്ന ബാങ്കർ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. സെൻട്രൽ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ആശ്രയിച്ചാണ്. അവിടെ എല്ലാ പണമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അതുപോലെ ക്രയവിക്രയങ്ങളും എല്ലാം RBI വഴിയാണ് നടത്തുക. ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ക്യാഷ് ബാലൻസ് സൂക്ഷിക്കുന്നത്. ഇപ്പം ബാങ്കർ ടു ഗവൺമെൻറ് എന്നുള്ളതിൽ RBI ഒരു ബാങ്കറായിട്ടും ഗവൺമെൻറ് ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഫൈനാൻഷ്യൽ ഏജൻ്റായിട്ടും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കേഴ്സ് ബാങ്ക് മറ്റൊരു ഫംഗ്ഷനാണ്, ട്രഡീഷണൽ ഫംഗ്ഷനാണ്. ബാങ്കുകളുടെ ബാങ്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ആവശ്യമായ ഹ്രസ്വകാല വായ്പകൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുക്കുന്നു. അതുപോലെ ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നു. അതുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ മോണിറ്ററി പോളിസി, പണത്തിൻ്റെ ക്രയവിക്രയങ്ങളെ നിയന്ത്രിക്കുന്നത് പല പോളിസികളിൽ കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാവുന്നതാണ് ഇതെല്ലാം. ഇതിനെപ്പറ്റി വിശദീകരിച്ച് ഓരോന്നും പിന്നീട് അടുത്തൊരു ക്ലാസ്സിൽ പറയുന്നുമുണ്ട്. CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതുപോലെ LAF ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, OMO ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, MSS മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം, അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ്സ്, ബാങ്ക് റേറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള മോണിറ്ററി പോളിസികൾ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കൈകാര്യം ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻ. റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
പൊതുവെ ബാങ്കുകളെ നിയന്ത്രിക്കുക, ഒരു സൂപ്പർവിഷൻ, ഒരു കൺട്രോൾ, നോൺ മോണിറ്ററി ഫങ്ഷൻ പെടുന്നതാണ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ് ആൻഡ് പ്രൊമോഷൻ ഓഫ് sound banking system in India. Supervisory functions ensure improvement in the methods of operation of banking in India. ഇന്ത്യയിലെ ബാങ്കുകളുടെ അവർ ചെയ്യുന്ന ഇടപാടുകളെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികൾ റിസർവ് ബാങ്ക് നിയന്ത്രിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുമൊക്കെ ബാങ്കുകളെ സഹായിക്കുന്ന ഒരു സഹായിയായിട്ട് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നു. അതുപോലെ റെഗുലേറ്ററി സൂപ്പർവൈസറി ഫങ്ഷൻസിന് പുറമേ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ്, ബാങ്കുകൾക്ക് ഇഷ്യൂ ഓഫ് ലൈസൻസ് ടു ബാങ്ക്സ്, ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു. അതുപോലെ റെഗുലേറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്കുകൾ റെഗുലേറ്റ് ചെയ്യുന്നു. Direct them to adhere prudential norms and to maintain capital adequacy norms. അത് നമുക്കറിയാം, CRAR എന്ന് പറയും, ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ, അതെല്ലാം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ്. റിസർവ് ബാങ്ക് ഇങ്ങനെ പലതരത്തിലുള്ള റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫങ്ഷൻസ് ചെയ്യും. അതുകൂടാതെ പ്രൊമോഷണൽ ഫങ്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് റോൾ എന്ന് പറയും. പ്രൊമോഷണൽ ഫങ്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റോൾ. പ്രൊമോഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസിൽ പ്രൊമോഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പ്രൊമോഷൻ, കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ പ്രൊമോഷൻ, അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ക്രെഡിറ്റ് പ്രൊമോഷൻ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് പ്രൊമോഷൻ, അങ്ങനെ ഫിനാൻസ് ആൻഡ് എക്സ്പോർട്സ്, ഫിനാൻസ് ഫോർ എക്സ്പോർട്സ് പ്രൊമോഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രൊമോഷൻസ് ബാങ്കിങ് സർവീസിൽ ഇതെല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. പൊതുവെ നമുക്ക് റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കറൻസി അതോറിറ്റിയാണ്, ബാങ്കർ ടു ദ ഗവൺമെൻറ്റാണ്, അഡ്വൈസർ ടു ദ ഗവൺമെൻറ്റാണ്, ബാങ്കേഴ്സ് ബാങ്കാണ്, ലെൻഡർ ടു ദ ലാസ്റ്റ് റിസോർട്ടാണ്, സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ്, കൺട്രോൾ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന RBI ആണ്. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്, മോണിറ്ററി ഡേറ്റ ആൻഡ് പബ്ലിക്കേഷൻസ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഫങ്ഷൻസ് എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തി വരുന്നു. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത മറ്റൊരു ബാങ്കുമായി അതിൻ്റെ സവിശേഷതകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.